ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോഴേ നമ്മൾ കുറച്ച് നാൾ മുന്നേ, ഒരു 1 മന്ത് മുന്നേ, കുറേ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ വൈനിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അത് വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കാനുള്ള സമയമായിട്ടോ. ക്രിസ്മസ് ആയിട്ട് കേക്ക് ഇല്ലാതെ എങ്ങനെയാണ്? അപ്പം നമ്മൾ ഇന്ന് കേക്ക് ഉണ്ടാക്കാൻ പോവാണേ. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു 1/2 കപ്പ് ഓഫ് ബ്രൗൺ ഷുഗർ മെൽറ്റ് ചെയ്യാൻ വയ്ക്കുക. ഇത് മെൽറ്റായി തുടങ്ങുമ്പോഴത്തേക്കും ബോയിലിംഗ് വാട്ടർ നമ്മൾ 1 കപ്പ് ആഡ് ചെയ്യുക. ഇത് നമുക്ക് ചെറിയ തീയിൽ വെച്ച് നന്നായിട്ട് കുറുക്കിയെടുക്കണം. അപ്പോൾ 1 കപ്പ് ഒഴിച്ചത് കൊണ്ട് നമ്മളതിനൊരു 1/2 കപ്പ് ഓഫ് വോളിയം ആകുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ നമുക്ക് സ്പൈസസ് പൊടിച്ചെടുക്കാം. അതിന് വേണ്ടി ഏലക്ക, ഗ്രാമ്പു, പട്ട എടുക്കുന്നുണ്ട്. പിന്നെ നട്ട്മെഗ് പൗഡറും യൂസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടെ പൊടിച്ച് വയ്ക്കാം. പിന്നെ ഒരു 1/2 ലെമണിൻ്റെ സെസ്റ്റ് വേണം. ലെമൺ ജ്യൂസും നമുക്ക് വേണം. പിന്നെ നമ്മുടെ ഫ്രൂട്ട്സ് ഇതാണ്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. 3 മുട്ടയുണ്ട്, ബട്ടർ, എണ്ണ, പിന്നെന്താ ഡ്രൈ നട്ട്സ് ഉണ്ട്. അപ്പോൾ കാഷ്യൂ, ആൽമണ്ട്സ് ആൻഡ് വാൾനട്ട്സ് ആണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ. അപ്പം അതെല്ലാം നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പം അതിന് വേണ്ടിയിട്ടൊരു 100 ഗ്രാം ഓഫ് ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. അപ്പം എല്ലാ ഇൻഗ്രീഡിയൻസും ഹാസ് ടു ബി ഇൻ റൂം ടെമ്പറേച്ചർ. ഈ ബട്ടറിലേക്ക് നമ്മൾ 1/4 കപ്പ് എണ്ണ ആഡ് ചെയ്യുന്നുണ്ട്. അത് സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യരുത് കേട്ടോ. അത് നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്തതിന് ശേഷം നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ഷുഗർ ആഡ് ചെയ്യാം. അത് എയ്തർ ബ്രൗൺ ഷുഗർ ഓർ വൈറ്റ് ഷുഗർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതൊരു 1/2 കപ്പ് പൗഡർഡ് ഷുഗറാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ 3 മുട്ടയുടെ മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് 1 by 1 ആയിട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് കമ്പൈൻ ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യുന്ന സംഭവമാണ് നമ്മുടെ ഷുഗർ സിറപ്പ്. അപ്പോൾ ഈ സിറപ്പ് നല്ല തിക്കായിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ആ മിക്സിലേക്ക് ആഡ് ചെയ്യാൻ പാടുള്ളൂ. അത് നന്നായിട്ട് കമ്പൈൻ ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് പ്രിപ്പയർ ചെയ്യാം. അതിന് 1/2 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ സോഡാ പൗഡറും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്പൈസിൻ്റെ മിക്സ് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഹണി കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡ്രൈ നട്ട്സും എല്ലാം കൂടി, ലെമൺ സെസ്റ്റും ലെമൺ ജ്യൂസും എല്ലാം കൂടി കമ്പൈൻ ചെയ്ത് വെക്കുക. പിന്നെ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അതിലെന്തെങ്കിലും ലംസോ ഒക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അരിച്ചു മാറ്റുന്നത്. പിന്നെ നമുക്ക് എന്താ വേണ്ടുന്നത്, ഈ ഡ്രൈ ഫ്രൂട്ട്സ് മിക്സ് ഉണ്ടല്ലോ, എല്ലാം കൂടി കമ്പൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്, അത് നമ്മുടെ കാരമൽ എഗ് മിക്സിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് ഒന്ന് ജെൻറ്റിലായിട്ടൊന്ന് കമ്പൈൻ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് ആഡ് ചെയ്യുന്നത്. അതായത് നമ്മുടെ മൈദയും സോഡാ പൗഡറും ഒക്കെ ഇട്ടുള്ള മിക്സ്. അത് ജസ്റ്റ് ഒന്ന് കമ്പൈൻ ചെയ്തെടുത്താൽ മാത്രമേ, നമ്മൾ യൂഷ്വലി കേക്ക് ഉണ്ടാക്കുന്ന പോലെ ഭയങ്കരമായിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് വാനില എസൻസ് ഒഴിക്കുന്നത് ഒരു 1.25 ടീസ്പൂൺ ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ലെമൺ ജ്യൂസ് ഞാൻ ഫ്രൂട്ട്സിൽ ആഡ് ചെയ്യാത്തതുകൊണ്ട് അത് ഈ സ്റ്റേജിൽ ആഡ് ചെയ്തു. പിന്നെ നമ്മുടെ 3 മുട്ടയുടെ വെള്ള, ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. വേണമെങ്കിൽ നമുക്ക് ഹാൻഡ് മിക്സർ യൂസ് ചെയ്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം, നല്ല ഫ്ലഫി ആക്കി എടുക്കാം. എന്നിട്ട് ഈ എഗ് മിക്സിനെ നമ്മൾ കേക്കിൻ്റെ ബാറ്ററിലേക്ക് ആഡ് ചെയ്യുകയാണ്. പിന്നെ നമ്മൾ ബേക്കിംഗ് പാൻ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് പാർച്ച്മെൻറ്റ് പേപ്പറാണ് ലൈൻ ചെയ്തിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ബട്ടർ തേച്ച് പിടിപ്പിച്ചും പാൻ നമുക്ക് റെഡിയാക്കാം. അപ്പോൾ പേപ്പർ ഇല്ലെങ്കിൽ നമുക്ക് ബട്ടർ യൂസ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് നമ്മൾ മിക്സ് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യുക. പിന്നെ അവൻ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് ഞാൻ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട്. 180 ഡിഗ്രിയിൽ തന്നെയാണ് ബേക്ക് ചെയ്യുന്നത്. ഒരു 50 to 55 മിനിറ്റ്സ് ബേക്ക് ചെയ്താൽ മതിയാവും. അപ്പോഴത്തേക്കും എല്ലാം നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. പിന്നെ ഈ ഫ്രൂട്ട്സ് നിങ്ങൾ സെറ്റിലായി പോകുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ്, അതായത് ആ മൈദ പൗഡർ കുറച്ചൊന്ന് ആഡ് ചെയ്ത് മിക്സ് ചെയ്യുകയാണെങ്കിൽ ഈ ഫ്രൂട്ട്സ് താന്നു പോവില്ല. പിന്നെ നമുക്കിത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മേളിൽ കുറച്ച് കാഷ്യൂസും ഒക്കെ വെച്ച് കേക്കിനെ ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ മെറി ക്രിസ്മസ്.